ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. നിങ്ങളവിടെയൊക്കെ എങ്ങനെ മഴയുണ്ടോ? അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോയാലോ? ഹായോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രചന സജന എന്നെഴുതിയ പേര് എങ്ങനെയാണ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എത്ര വീതിയാണോ വേണ്ടത് അത് മെഷീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതെന്നുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ 6 നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഇതേപോലെ തന്നെ റിട്ടേൺ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ലായി കിട്ടും. കണ്ടോ, ഇപ്പോൾ ഏകദേശം നമ്മുടെ 6 കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി മെഷീൻ റെന്യൂ മെഷീനാണ്. ഇത് ഞാൻ ട്രിവാൻഡ്രത്തുള്ള അട്ടക്കുളങ്ങര എന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഈ മെഷീൻ അവർ നോക്കിയിട്ട് വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം 1-1.5 വർഷമാകാറായി. അതുപോലെ തന്നെ ഞാൻ പഠിച്ചത് എവിടെയാണെന്ന് ചിലവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള വുമൻസ് കോളേജിലാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് ഈസിയാണെന്ന് തോന്നുമെങ്കിലും അത്ര ഈസിയല്ല. ആദ്യത്തെ സമയത്തൊക്കെ ആദ്യമൊക്കെ നമ്മൾ നന്നായിട്ട് കുറേ നേരം എടുത്ത് സ്റ്റിച്ച് പറയുന്നത് സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് ഇതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. മഴ പെയ്താ? പിന്നെ ഇതിൽ ആ 2 ലവ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഇത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അരികത്തൂടെ ഔട്ട്ലൈനും കൂടെ ചെയ്തെടുക്കാം. ഔട്ട്ലൈനും നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് വെച്ച ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഇതത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ കാണുന്നത് പോലെ അതിൻ്റെ അരികത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്കിതൊരു കർച്ചീഫായിട്ടൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, എന്നിട്ട് ബാലൻസും കൂടി ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.